ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ പ്രത്യേകതകളും എങ്ങനെ ജപിക്കണം എന്നുള്ള കാര്യവുമൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥങ്ങളാണ്. അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ അർത്ഥമറിയാതെ ചുമ്മാതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഭഗവതിയുടെ ആ തിരുരൂപം വരികയില്ല. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. സഹസ്രനാമം ജപിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ഭഗവതിയെ ധ്യാനിക്കണം. അപ്പോൾ ആ ധ്യാന ശ്ലോകത്തിൻ്റെ 2 ഖണ്ഡികകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം. സകുങ്കുമ വിലേപനാമളിക ചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപ പാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാ കുസുമഭാസുരാം ജപവിധൗ സ്മരേ അംബികാം. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? കുങ്കുമവർണ്ണത്തിൽ അംഗരാഗം പൂശി നെറ്റിയിൽ കസ്തൂരിക്കുറി അണിഞ്ഞ് മന്ദഹാസത്തോടെ കടാക്ഷിക്കുന്നവളും ശരം, ചാപം, പാശം, അങ്കുശം ഇവ കൈകളിലേന്തി സകല ജനമോഹിനിയായി ചുവന്ന മാലയും മറ്റ് അലങ്കാരങ്ങളും ചെമ്പട്ടും അണിഞ്ഞ് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തിൽ പ്രശോഭിക്കുന്നവളുമായ അംബികയെ ഞാൻ സ്മരിക്കുന്നു. എപ്പോൾ സ്മരിക്കുന്നു? ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ സ്മരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം. കുങ്കുമവർണ്ണത്തിൽ അംഗരാഗം പൂശി നെറ്റിയിൽ കസ്തൂരിക്കുറി അണിഞ്ഞ് സമന്ദഹസിതേക്ഷണാം മന്ദഹാസത്തോടുകൂടി കടാക്ഷിക്കുന്നവളും സശര ചാപ പാശാങ്കുശാം ശരം, ചാപം, പാശം, അങ്കുശം ഇവ കൈകളിലേന്തി അശേഷ ജനമോഹിനി. അർത്ഥം ജനമോഹിനിയായി, സകല ജനങ്ങൾക്കും മോഹിനിയായി, സകല ജനമോഹിനിയായി അരുണമാല്യ ഭൂഷാംബരാം ചുവന്ന മാലയും മറ്റ് അലങ്കാരങ്ങളും ചെമ്പട്ടും അണിഞ്ഞ് ജപാ കുസുമ ഭാസുരാം ജപവിധൗ സ്മരേ അംബികാം. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തിൽ പ്രശോഭിക്കുന്നവളുമായ അംബികയെ സഹസ്രനാമം ജപിക്കുമ്പോൾ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഭഗവതിയെ ആ ചുവന്ന നിറത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ദേവിയുടെ അലങ്കാരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അമ്മയുടെ ആ ചുവന്ന നിറം, ചെമ്പട്ട് ഇവയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നെങ്കിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അരുണാം കരുണാം തരംഗിതാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. അർത്ഥം നോക്കാം. അരുണവർണ്ണയും, അതായത് വീണ്ടും പറയുകയാണ്, ദേവിക്ക് എന്ത് നിറമാണ്? ചുവന്ന നിറമാണ്. അരുണവർണ്ണയും കാരുണ്യം അലയടിക്കുന്ന കണ്ണുകളുള്ളവളും പാശം, അങ്കുശം, പൂവമ്പ്, കരിമ്പുവില്ല് ഇവ കയ്യിലേന്തിയവളും അണിമാദികളായ അഷ്ടസിദ്ധികൾ പ്രകാശരൂപത്തിൽ വലയം ചെയ്തിരിക്കുന്നവളുമായ ഭവാനി ദേവിയെ ഞാൻ എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നു.
ദേവിയുടെ മറ്റൊരു രൂപമാണ് ചുവന്ന നിറം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ, പാശം, അങ്കുശം, പൂവമ്പ്, കരിമ്പും വില്ല് ഇവ കൈകളിലേന്തിയവളും, അതുപോലെ അഷ്ടസിദ്ധികൾ പ്രകാശരൂപത്തിൽ വലയം ചെയ്തിരിക്കുന്നവളുമായ ഭവാനിയെ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു. ദേവിയുടെ മറ്റൊരു രൂപം. ആ രൂപത്തിൽ നിങ്ങൾ ദേവിയെ കാണുക, പ്രാർത്ഥിക്കുക. കരിമ്പൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവതിയുടെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ രൂപമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരരുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേ അംബികാം അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാ അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഇതാണ് ഭഗവതിയുടെ ധ്യാനം. ഈ ധ്യാനം നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഭഗവതിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ശ്രീകോവിലേക്ക് നോക്കിക്കൊണ്ട് ഈ നാമം നിങ്ങൾക്ക് ധ്യാനിക്കാം, നിങ്ങൾക്ക് ജപിക്കാം. കുറച്ചല്ലേ ഉള്ളൂ. വാക്കുകൾ അടർത്തി അടർത്തി പഠിക്കണം. ഇപ്പോൾ അതിനുദാഹരണം സ്മരേദംബികാം എന്നാണ് നമ്മുടെ ശ്ലോകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒന്നിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം സ്മരേദംബികാം എന്ന് പറയാതെ സ്മരേ അംബികാം, അതായത് ഞാൻ സ്മരിക്കുന്നു അംബികയെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാക്കുകൾ അടർത്തി അടർത്തി നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് ഈ നാമം നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ജപിക്കാം. ആ സമയത്ത് നമുക്ക് ലളിതാ സഹസ്രനാമം കയ്യിലുണ്ടെങ്കിൽ അത്രയും സമയമൊന്നും ചിലപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ അകത്ത് നിന്ന് ജപിക്കാനായിട്ട് പറ്റില്ല. പുറത്തിറങ്ങിയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് പുസ്തകം നോക്കി നമുക്ക് ജപിക്കാം. പക്ഷേ ശ്രീകോവിലിൻ്റെ അടുത്ത്, അതായത് അമ്പലത്തിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ധ്യാനം ചൊല്ലി ഭഗവതിയെ പ്രസാദിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ഭഗവാന് വലത്തിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് പുറകുഭാഗത്തായിട്ട് ദേവിയുണ്ട് എന്നുള്ള സങ്കല്പമാണല്ലോ. അവിടെ ഏത് പ്രാർത്ഥനയാണ് ജപിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അറിയില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പ്രാർത്ഥന ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അവിടെ നിന്ന് ആ പുറകുഭാഗത്ത് നിന്ന് ദേവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയണേ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നാളെ മുതൽ നമുക്ക് സഹസ്രനാമത്തിലേക്ക് കടക്കാം. ഓരോരോ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും കേൾക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ അർത്ഥം മനസ്സിലാക്കിയാൽ കൂടുതൽ ഭക്തിയോടുകൂടി നിങ്ങൾക്ക് ജപിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഷഷ്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ബലരാമസ്വാമിയുടെ വിവാഹം അതും ഇട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ എല്ലാവരും സമയം കിട്ടുന്ന അവസരത്തിൽ കയറി കാണണം. ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം, നാമം ജപിക്കണം.
നാളെ നമുക്ക് രുക്മിണി സ്വയംവരം അത് കേൾക്കാം. എല്ലാവരും രുക്മിണി സ്വയംവരത്തിന് വേണ്ടി കാത്തിരിക്കുക. എത്ര പേര് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാമജപം ശീലമാക്കുക. ഹരേ കൃഷ്ണ.